നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, സ്പെഷ്യലി ഹാർട്ട് അറ്റാക്ക്. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് റീസെൻ്റായിട്ട് കണ്ടുവരുന്നതാണ്, ഒരു 30-35 വയസ്സ് പ്രായമുള്ള ആൾക്കാർക്കാണ് ഹാർട്ട് അറ്റാക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്തൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ, അത് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്, ഇതിൻ്റെ ജനറ്റിക് ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ മറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇത് ഹാർട്ട് അറ്റാക്ക് വരുന്നതും അതിലെന്തൊക്കെ മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താൻ സാധ്യമാകും എന്നുള്ളതും നമുക്ക് നോക്കാം. ഇപ്പോൾ കോമണായി കണ്ടുവരുന്ന ഒന്നാണ്, ഒരു 30-35 വയസ്സാകുമ്പോഴേക്കാണ് ഹാർട്ട് അറ്റാക്ക് കൂടുന്നത്. എന്തൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങളെന്ന് നോക്കാം. ഒന്ന്, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. ഏറ്റവും ആദ്യത്തെ പ്രോബ്ലം ഇപ്പോഴത്തെ ഭക്ഷണ രീതിയാണ്. പ്രോസസ്ഡ് ഫുഡ്, പിന്നെ കൂടുതൽ മധുരമടങ്ങിയിരിക്കുന്ന ജ്യൂസുകൾ, ജങ്ക് ഫുഡ്സ് മുതലായവ കഴിക്കുന്നത് കൊണ്ട് മറ്റസുഖങ്ങൾ വരുന്നു. പിന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ആവശ്യമായ എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോൾ അമിതവണ്ണം വന്നു, കൊളസ്ട്രോൾ വരുന്നു, അങ്ങനെ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളും ഹാർട്ട് അറ്റാക്കും വരുന്നു. 2, സ്മോക്കിംഗ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് അബ്യൂസ്. മറ്റൊരു മേജർ ഇഷ്യൂ ആണ് ടൊബാക്കോ യൂസ്. പിന്നെ ടൊബാക്കോ അടങ്ങിയ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, ഹാൻഡ്സ് പോലുള്ളവയൊക്കെ വയ്ക്കുന്നത്, സ്ഥിരമായുള്ള മദ്യപാനം, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നു. ഇത് ഹാർട്ട് അറ്റാക്കും ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ സൃഷ്ടിക്കുന്നു. 3, സ്ട്രെസ് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ജോലി തിരക്ക് കൊണ്ടോ പേഴ്സണൽ ലൈഫിൻ്റെ പ്രശ്നം കൊണ്ടോ സ്ട്രെസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രായമാണ് ഒരു 30 മുതൽ 35 വയസ്സ് വരെ. ഇത്രയും സ്ട്രെസ്, ഡിപ്രഷൻ എല്ലാം കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 4, മെഡിക്കൽ കണ്ടീഷൻ. ഹൈ ബ്ലഡ് പ്രഷർ, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, പിന്നെ ഹൈ കൊളസ്ട്രോൾ, ഇതെല്ലാം ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 5, ജനറ്റിക് ആൻഡ് ഫാമിലി ഹിസ്റ്ററി. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു 3 തലമുറ വരെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 6, എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ്. മലിനമായ വായു ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. 7, അൺഹെൽത്തി ഹാബിറ്റ്സ്. ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാതെ, ശരിയായ രീതിയിൽ ഉറങ്ങാതെ നമുക്ക് വരുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? 1, ഹെൽത്തി ഡയറ്റ്. ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ഫുഡ്, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ധാന്യങ്ങൾ, പ്രോട്ടീൻസ്, പിന്നെ ഹെൽത്തി ഫാറ്റ്സ് എന്നിവ അടങ്ങിയിരിക്കുന്ന ഫുഡ് കഴിക്കണം. അധികം ഫാറ്റി ജങ്ക് ഫുഡ്സ്, കൂടുതലും മധുരപലഹാരങ്ങൾ എല്ലാം ഒഴിവാക്കണം. 2, റെഗുലർ എക്സസൈസ്. ഡെയിലി ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഓരോ ആളുകളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കി എക്സസൈസ് ചെയ്യണം. അതായത് വാക്കിംഗ്, സൈക്ലിംഗ്, സ്വിമ്മിംഗ്, പിന്നെ ഓട്ടം, അങ്ങനെ എന്തെങ്കിലും ഡെയിലി ചെയ്യണം. അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് അബ്യൂസ്. പുകവലിയും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കംപ്ലീറ്റായി നിർത്തണം. ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഇതിൻ്റെയൊക്കെ ഉപയോഗം കൂടുന്നത് കൊണ്ടാണ്. 4, സ്ട്രെസ് മാനേജ്മെൻറ്റ്. നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മുടെ ജോലി ഓഫീസിൽ മാത്രം നിർത്തുക. വീട്ടിൽ നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് എപ്പോഴും ഈക്വലായി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുകയാണെങ്കിൽ യോഗ, ബ്രീത്തിങ് എക്സസൈസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓർ ഫാമിലിയോട് നമ്മുടെ ടെൻഷൻ ഷെയർ ചെയ്യുക. 5, റെഗുലർ ഹെൽത്ത് ചെക്കപ്സ്. റെഗുലറായി ഹെൽത്ത് ചെക്കപ്സ് നടത്തുക. മെയിൻലി ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, അതിനുവേണ്ട മെഡിസിൻസ് കഴിക്കുക. 6, അഡിക്വേറ്റ് സ്ലീപ്പ്. 7 മുതൽ 9 മണിക്കൂർ വരെ ഒരു ക്വാളിറ്റി സൗണ്ട് സ്ലീപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് ഡെയിലി ഒരേ ടൈമിലാകാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ എന്തായാലും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മുടെ ശരീരഭാരവും മറ്റെല്ലാ ദുശീലങ്ങളും മാറ്റിവെച്ച് ആരോഗ്യത്തോടെ നിന്നാൽ മറ്റു അസുഖമോ ഹാർട്ട് അറ്റാക്കോ വരുന്നതല്ല. സക്സസ് എന്ന് പറയുന്നത് ലൈക്കിങ് യുവർ സെൽഫ്, ലൈക്കിങ് വാട്ട് യു ഡു ആൻഡ് ലൈക്കിങ് ഹൗ യു ഡു. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്നത് നല്ല ഹെൽത്തി ആയി സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നതാണല്ലോ. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ ജോലിയും മറ്റു തിരക്കുകൾ മാത്രം ശ്രദ്ധിക്കാതെ അതോടൊപ്പം തന്നെ ആരോഗ്യവും കരുതലോടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. താങ്ക്